ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് ഒരു ബിസിനസ്സിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ എപ്പോഴും നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഓരോ മാസവും ധാരാളം ഫണ്ട് ആവശ്യമുണ്ടാവും. ആ ബിസിനസ്സിലെ ഒരു പെർട്ടിക്കുലർ മന്തിലെ ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനൊക്കെ ധാരാളം ഫണ്ട് വേണം. അപ്പൊ എല്ലാ മാസവും ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും ഓരോ മാസത്തിന്റെ തുടക്കത്തിലും നിർബന്ധമായിട്ടും ഒരു മീറ്റിംഗിന് ഇരിക്കണം. ഒരു ബിസിനസ്സിലെ ആവശ്യമായിട്ടുള്ള ഫണ്ട് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ബിസിനസ്സിൽ അത്രയും ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റവന്യൂ സ്ട്രാറ്റജീസും പ്രൈസിംഗ് സ്ട്രാറ്റജീസും പ്രോഫിറ്റ് മേക്കിംഗ് സ്ട്രാറ്റജീസും ഒക്കെ കൃത്യമായിട്ടും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അനലൈസ് ചെയ്ത് ഇതെല്ലാം കൃത്യമായിട്ടും ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആ ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കാതെ ഫൈനാൻഷ്യൽ ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഈ റൂൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കൃത്യമായിട്ടും പാലിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ബിസിനസ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുക എന്നുള്ളതാണ്.